ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ കാണാൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ പെരുമണ്ണ തറവാട്ട് ഗാവിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തിനാ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയതൂട്ടൻ്റെ ചോറൂണ് കൊടുക്കാനാണ് പോണത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഷൈത്തേച്ചി മാത്രമില്ല കേട്ടോ. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുകയായിരുന്നു. ആ ചേട്ടനായിരുന്നു ഇന്നത്തെ ഡ്രൈവറായിട്ട്. അപ്പോൾ മക്കളൊക്കെ ഫ്രണ്ടിലിരുന്ന് ഓരോ വികൃതി കാണിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാൾ ഫോട്ടോ എടുത്ത് കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സെറ്റായി കാറിൽ കയറി കുത്തിയിരുന്ന് ഞങ്ങൾ പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞു, എന്നാൽ നമുക്ക് എണ്ണ അടിക്കാമെന്ന്. അപ്പോൾ എണ്ണ അടിക്കാൻ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ബ്രിഡ്ജിൽ കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ ആ പാളത്തിൽ കൂടെ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പുതിയ പാലമാണ്, അപ്പം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയേട്ടനും സോനുവും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഈ അറപ്പുഴ പാളത്തിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും നല്ലൊരു വ്യൂ ആണ് കേട്ടോ. രണ്ട് സൈഡും വെള്ളം, ഇടയിൽ മരങ്ങൾ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവാൻ ഏകദേശം എത്താനായി കേട്ടോ. എത്തിയിട്ടില്ല, ഏകദേശം എത്താനായി. അപ്പം അതിൻ്റെ ഇടയിൽ കാശി ആ വെയിൽ ഓണ്ട മുഖത്ത് തട്ടുമ്പോൾ പോകണ ഒരു ചിരിയുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ വികൃതിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഓരോ വർത്താനം ഇങ്ങനെ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തി. അപ്പോൾ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥലം നോക്കുമായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, എന്നാൽ എല്ലാവരും ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് സമയം വൈകി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ സമയത്തിലല്ല എത്തിയത് ഇവിടെ. കുറച്ച് സമയം വൈകി. അപ്പോൾ ആ ചേട്ടൻ പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്ന്. പിന്നെ ഞങ്ങളവിടെ പതുക്കെ നടക്കാൻ തുടങ്ങി. നടക്കാൻ പറഞ്ഞാൽ കുറച്ചും കൂടി നടക്കാണ്ട് ഉള്ളിൽ. അപ്പോൾ അവിടെ നടക്കാൻ തുടങ്ങി ഞങ്ങൾ. അപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി മക്കളെയൊക്കെ പിടിച്ച് പിന്നെ ഞങ്ങൾ ബാക്കിൽ നടന്നു വന്ന്. ഞങ്ങളുടെ ബാക്കിലായിരുന്നു വലിയേട്ടനും അജേട്ടനും ഒക്കെ. അപ്പോൾ ഓരോ ഞങ്ങൾ പിന്നെ കാത്തു നിൽക്കുമായിരുന്നു. പിന്നെ അത് അവരൊക്കെ വന്ന ശേഷം പിന്നെ ഒന്നിച്ച് ഉള്ളിലേക്ക് കയറി അമ്പലത്തിലെത്തി കേട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെരുപ്പൊക്കെ അയച്ച് ഞങ്ങൾ ഉള്ളിലെത്തി. ഉള്ളിൽ നോക്കുമ്പോൾ മേമ്മമാരും പിന്നെ പാപ്പൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ മേമയാണ് ചെറിയതൂട്ടനെ എടുത്ത് നിന്നത്. കുറച്ച് നേരമൊക്കെ നിന്ന് കേട്ടോ. അങ്ങനെ എല്ലാവരും നോക്കി മേമയുടെ മേലെ പറ്റിയൊക്കെ കിടക്കുമായിരുന്നു. ആരെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഫോണ് പറ്റി കിടക്കണം. പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുത്തിയിരുന്ന് ഞങ്ങൾക്ക് സമയം വൈകി. പിന്നെ മക്കളൊന്നും ചായ ഒന്നും കുടിക്കാത്തത് കൊണ്ട് ഓർക്ക് വിശക്കാൻ തുടങ്ങി. ഓരുടെ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങി. ചെറുതോട്ടം പിന്നെ എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അഞ്ചേച്ചിൻ്റെ അടുത്ത് കൊടുത്തു. അഞ്ചേച്ചിൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ എന്ത് ചെയ്ത് പാരൻ്റെ അടുത്ത് നല്ലോണം ഇങ്ങനെ പൊട്ടി തിരിച്ച് കളിക്കുകയായിരുന്നു. പിന്നെ ഏട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം പോയി കരഞ്ഞ്. പിന്നെ ഞങ്ങൾക്ക് ചോറ് കൊടുക്കാനായി കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. ചിങ്ങമാസത്തെ ആദ്യത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ലൊരു പരിപാടി ആയതുകൊണ്ട് എല്ലാവരും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ കുറച്ച് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ കുട്ടിയുടെ ചോറൂണ് കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ള. പിന്നെ ചോറൂണ് കഴിഞ്ഞ ശേഷം 3 പ്രാവശ്യം ഓൻ്റെ പേര് പറഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓനെ എടുത്ത് കഴിഞ്ഞ് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഏട്ടൻ ചേരൊക്കെ മാറ്റി വെച്ച് പിന്നെ അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങി. അമ്മ അവിടെ എല്ലാവരിനോടും ഒന്നും കൂടി പറയാൻ നിന്ന്. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല വെയിലാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ എത്ര മണി, ഒരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഒരു വെയിലായിരുന്നു. അപ്പോൾ ചേച്ചിയമ്മയും അജേട്ടനും ഫ്രണ്ടിൽ പോയി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ അജേട്ടനെയൊക്കെ വിളിച്ച് ഒന്നിച്ച് പോകാൻ തുടങ്ങി. കാശിയൊക്കെ നല്ല മുണ്ടൊക്കെ ഉടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.